എന്താണ് ഡയോഡ് വാല്യൂ? നമ്മുടെ കയ്യിൽ ഒരു മദർ ബോർഡ് ഉണ്ടെങ്കിൽ ആ മദർ ബോർഡിലുള്ള ഒരു കണക്ടർ ആണെങ്കിൽ ആ കണക്ടറുള്ള എല്ലാ പിന്നുകളിലും, അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ കപ്പാസിറ്ററുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കമ്പോണൻറ്റുകളിലാണെങ്കിലും, ഇനി അതല്ല ഒരു IC റിമൂവ് ചെയ്തിട്ട് മദർ ബോർഡിൽ വരുന്ന ആ ഒരു പാഡിലാണെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ് ഡയോഡ് വാല്യൂ എന്ന് പറയുന്നത്. അതിനായിട്ട് മൾട്ടിമീറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഡയോഡ് മോഡ് എന്ന് പറയുന്ന മോഡിലേക്കാണ്. ഇപ്പോൾ ഈ ഒരു മൾട്ടിമീറ്ററിൽ നമുക്ക് ഈ ഒരു ഓം എന്ന മോഡിലേക്കാണ് മാറിയിട്ടുള്ളത്. ഇതിനെ മാറ്റിയിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ ഇപ്പോൾ ബസർ മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഡയോഡ് മോഡിലേക്ക് മാറ്റണം. ഡയോഡിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ കാണാൻ കഴിയും. ഈ മോഡിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ റെഡ് പ്രോബ് ഗ്രൗണ്ടിൽ, ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ വെച്ച് ബ്ലാക്ക് പ്രോബ് കൊണ്ട് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിലോ അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു കണക്ടറിൻ്റെ പിന്നിലോ എവിടെയെങ്കിലും തൊടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വാല്യൂവിനെയാണ് നമുക്ക് ഡയോഡ് വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 0.003യും അതേപോലെ തന്നെ ഇതിൻ്റെ മറുവശം നമുക്ക് കിട്ടിയത് 327 ആണ്. ഇതിൽ 326 അല്ലെങ്കിൽ 327 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിനെയാണ് നമ്മൾ ഡയോഡ് വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡയോഡ് വാല്യൂ നോക്കിയിട്ട് ഈ ഒരു ബോർഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ചെക്ക് ചെയ്യുന്ന പോയിന്റ് ഷോർട്ടാണോ നോർമലാണോ ഓപ്പൺ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പോയിന്റിലെ ഡയോഡ് വാല്യൂ എത്രയാണെന്ന് അറിയണം. ഈ ഡയോഡ് വാല്യൂ എത്രയാണെന്ന് അറിയാൻ നമ്മുടെ കയ്യിൽ പെയ്ഡ് ആയിട്ടുള്ള സ്കീമാറ്റിക്സ് ടൂളുകൾ ഉണ്ടെങ്കിൽ ആ ടൂളുകളിൽ ഇതുപോലെയുള്ള ഓരോ പിന്നുകളിലെയും വാല്യൂസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ആ വാല്യൂ നോക്കിയിട്ട് ആ വാല്യൂവിൽ നിന്ന് വലിയ ഡിഫറൻസ് ഈ ഒരു നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിലേക്ക് വരുന്നുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു പോയിന്റിൽ ഡാമേജ് ഉണ്ട് എന്ന്. എങ്കിൽ ആ ഒരു ഡയഗ്രാം ടൂളിൽ കൊടുത്തിട്ടുള്ള അതേ വാല്യൂ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് എങ്കിൽ ഈ ഒരു കണക്ഷൻ ഓക്കെ ആണ് എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ.